എല്ലാവർക്കും ഹാപ്പി ഓണം. മല്ലിക ആന്റി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു, ചേച്ചി അമ്മയ്ക്ക് പറഞ്ഞു തന്നു, അമ്മ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ആവി വരും എന്ന് നിങ്ങൾ കളിയാക്കുകയാണ്. അതെ, മല്ലിക ആന്റി പറഞ്ഞു ഇതിപ്പോ ഒച്ച വരും. 1 മണിക്കൂർ ഇതിനകത്ത് ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ആറാൻ വെയിറ്റ് ചെയ്യണം. ഞാൻ ഒന്നും കട്ടിയില്ല. ഹായ് ഗായ്സ്, ഹാപ്പി ഓണം ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ ലാസ്റ്റിലേക്ക് ആടുള്ളൂ, കാരണം ഇന്നൊരു സ്പെഷ്യൽ ഓണം പായസം വ്ളോഗാണ്. ഇതിന് ഒരുപാട് ഒരു ചരിത്രമുണ്ട്, അതിന്റെ കഥയുണ്ട്, അതൊക്കെ പ്രിയ പറയുന്നതായിരിക്കും. ഒരു കാര്യം പറയാം, വളരെ എളുപ്പമാണ്. സോ ഇനി പ്രിയ മമ്മിയാണ് വ്ളോഗ് ഏറ്റെടുക്കാൻ പോകുന്നത്, അവര് പറഞ്ഞിരിക്കും ബാക്കിയുള്ള വിശേഷം. വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ് അറിയേണ്ടത് ഇപ്പൊ തന്നെ. ഒന്ന് സാരി. ഈ സാരി ആസ് യൂഷ്വൽ എന്റെ ചേച്ചിയുടെ ആയിരിക്കുമല്ലോ. അതെ, ഈ സാരിയും ചേച്ചിയുടെ ആയിരിക്കുമല്ലോ. ചേച്ചി ഞങ്ങൾക്ക് 2 പേർക്കും തന്നതാണ്. ഓക്കെ സാരി. ഓക്കെ, മമ്മിയുടെ കയ്യിൽ നിന്ന് മമ്മിയാണോ പക്ഷെ ഇത്തവണ കുറച്ചും കൂടെ നല്ലത്, ഇഷ്ടമായി ക്യാമറ കൂടെ കാണാനല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരി. ചേച്ചി കൊടുത്തതാ മമ്മിക്ക് ഓണം ഗിഫ്റ്റ്. ഓക്കെ, നൈസ്. അപ്പോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓണമാണ്. നമ്മൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് അമ്പലപ്പുഴ പാൽപായസം അല്ലേ, പാൽപായസം അല്ലേ. ഇത് മല്ലിക ആന്റിയുടെ ഇതിന്റെ ക്രിയേറ്റർ ഇൻവെന്റർ എന്ന് പറഞ്ഞത് മല്ലിക ആന്റിയാണ്. മല്ലിക ആന്റി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു, ചേച്ചി അമ്മയ്ക്ക് പറഞ്ഞു തന്നു, അമ്മ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. മല്ലിക ആന്റി ഇത് ചെയ്ത് 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 കുറെ ഒരു ഹിറ്റായ ഒരു പായസമാണ് അമ്പലപ്പുഴ പാൽപായസം. ഫാമിലി പായസം അങ്ങനെയും പറയാം. പിന്നെ മല്ലിക ആന്റി ഇത് കാണുന്നുണ്ടാവും കേട്ടോ, അയച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ ഭയങ്കര സിമ്പിളും ആണ്, വെരി സിമ്പിൾ. ഇത് വേണമെങ്കിൽ വേദൂന് വരെ ഉണ്ടാക്കാം. അതെ, പായസം എന്ന് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് ഇത് ഭയങ്കര സിമ്പിൾ ആണ്. 3 ഇൻഗ്രീഡിയൻസേ ആകെ ഉള്ളൂ. ഇത് 3 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം വേണ്ടത് കുത്തരി. കുത്തരി ഞാൻ ഇത്രയും വേണ്ട ശരിക്കും, പക്ഷെ ഒരു ഭംഗിക്ക് കുറച്ച് കൂടുതൽ വെച്ചു. പാത്രം കാണിക്കാൻ വേണ്ടി വെച്ചതാ. ഈ പാത്രം ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചതാ. പിന്നെ പഞ്ചസാര 1 ഗ്ലാസ്, പാല്. പിന്നെ ഇതൊക്കെ ഞാൻ പാത്രം കാണിക്കാൻ വേണ്ടി ഞാൻ ഷോയ്ക്ക് വേണ്ടി. അതെ, പിന്നെ ഞാൻ വാങ്ങിച്ച പാത്രമൊക്കെ കാണിക്കാൻ ഇപ്പോഴല്ലാതെ എപ്പോ കാണിക്കാൻ അല്ലേ. പിന്നെ പാലിന്റെ അളവ് പറഞ്ഞില്ല. പിന്നെ ഇതാണ് നമ്മുടെ താരം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഒരു വ്ളോഗിന്. അതിന്റെ കാര്യം പറ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ കുക്കർ പുതിയ കുക്കറാണ് കേട്ടോ. ഈ കുക്കർ ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങാൻ കാരണം എന്താന്ന് ഈ വ്ളോഗ് തന്നെ, ഈ വ്ളോഗിന് വേണ്ടി മാത്രം വാങ്ങിച്ച കുക്കർ. എന്നെ രാവിലെ വിട്ടു ഓണമായിട്ട് പ്രസ്റ്റീജിലേക്ക്. എന്നിട്ട് നേരത്തെ കുക്കറൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോൺ വെജ് ഒക്കെ യൂസ് ചെയ്യുമ്പോ എന്തെങ്കിലും മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പാലിടുമ്പോ പിരിഞ്ഞു പോകും. അപ്പൊ പുതിയതാണെങ്കിൽ റിസ്ക് ഇല്ല, പാല് പിരിയില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ദില്ലുവിനെ ഓടിച്ചു വിട്ട് പുതിയ കുക്കർ വാങ്ങിപ്പിച്ചു ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം. അതെ, ഇത് 4:1:1. യെസ്, 4:1:1. വെരി സിമ്പിൾ. നിങ്ങൾ എല്ലാവരും ഒരു ബുക്ക് എടുത്ത് എഴുതിക്കോ. 4:1:1 ഈക്വൽ ടു അമ്പലപ്പുഴ പാൽപായസം അല്ലേ. എന്താണ് 4? 4 is milk, പാല്. പാല് നമ്മള് ഈ ഗ്ലാസ്സിന് മല്ലിയാന്റി കാണിച്ചതെല്ലാം ഞാൻ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരളവുണ്ട്, ആ അളവിന് 4 ഗ്ലാസ് പാൽ. എന്റെ ഈ ഗ്ലാസ് കണക്ക് വെച്ച് ഏകദേശം 220 ml ആണ് ഞാൻ വന്നിരിക്കുന്നത്. സോ 220 × 880 ml ആണ് ഏകദേശം വരുന്നത്. ഞാൻ മല്ലിയാന്റി പറഞ്ഞ വീഡിയോ അങ്ങനെ എന്നെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ 4 ഗ്ലാസ് പാല്, 4 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര. സെയിം ഗ്ലാസ്സിൽ ഇത്രയും അളവാണ് നമ്മൾ പാലെടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ പഞ്ചസാര. ഓക്കെ, പഞ്ചസാര. പിന്നെ കുത്തരി. കുത്തരി ഒരു കൈപ്പിടി മതി, ഒരു കൈപ്പിടി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. റെഡി. അതൊന്ന് റെഡിയാക്ക്. ഇത് എളുപ്പമാണ്, പക്ഷെ
ശരിയായിട്ട് വരണം. വരണം, അതാണ് ഈ പാല് പ്രശ്നം. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയാലേ അത് ശരിയാവുള്ളൂ. അത് നോക്കാമല്ലോ, നമുക്ക് നോക്കാമല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് തിളപ്പിക്കുക, വിസിലടിക്കുമ്പോ താത്തി വെക്കുക, ഓഫ് ചെയ്യുക, പാല് റെഡി. പക്ഷെ അതിന്റെ ലാസ്റ്റ് ഞാൻ പറയാം മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണ്. അപ്പൊ തുടങ്ങ്, ഇനിയിപ്പോ പറഞ്ഞു. അപ്പൊ ഇത് ഓൺ ചെയ്യാണ്. ഇത് ഞാൻ 4 ഗ്ലാസ് അളന്ന് വെച്ചു. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒഴിച്ചാ പെരിഞ്ഞ എന്റെ കളിയാക്കൽ ഈ വർഷം മൊത്തം കേൾക്കേണ്ടി വരും. വിഘ്നേശ്വര വിനായക രക്ഷിക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പായസം ട്രൈ ചെയ്യുന്നത്. അപ്പൊ നന്നാവുമായിരിക്കും മല്ലിയാണ്ടിനെ വിശ്വസിച്ച് ഞങ്ങള് തുടങ്ങുക. പിന്നെ പാല് ഇട്ടു, ഇനി പഞ്ചസാര അത് അതേ അളവിന് തന്നെ 1 കപ്പ് പഞ്ചസാര. മമ്മി ഡാഡി ഇക്വേഷൻ ഔട്ടായി, കഴിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അത് കുറച്ചൊക്കെ ടേസ്റ്റി ആണോ അല്ലേ? കുറച്ചൊന്നല്ലേ, ഇവരായിരിക്കും 1/2 ലിറ്റർ തീർക്കുന്നത്. ഇനി ഇത്രേ ഉള്ളൂ, 1 പീടി. കാരണം അരി കൂടിയാ അത് ഫുൾ പാൽ അബ്സോർബ് ചെയ്യും, അതാണ് പ്രശ്നം. മതി. ഓക്കെ. ഇതിപ്പോ നമ്മള് പാല് പഞ്ചസാര അരി ഇട്ടു, എന്നിട്ട് ചെറിയായിട്ട് തിളക്കണ്ട, ചെറിയ ചൂട് കൈ വെച്ച് നോക്കുക. ചെറിയ ആവി വരുമ്പോ അടയ്ക്കുക കുക്കർ, അടച്ചു വെക്കുക. അത് മുകളിലൊന്ന് പ്രസ് ചെയ്യണം. ഇത് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഓന്റെ കൈ ഇനി അടുത്ത അടി ഞാൻ കാണേണ്ടി വന്നാനെ. ഒരു ബ്ലൂപ്പർ വീഡിയോ എടുത്ത് ഞാൻ ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ. ഇത് നല്ല കുക്കറാണ്, ഇത് പുതിയതാണ്. ഇത് സ്വച്ച് എന്ന് പറയും. ഇതിങ്ങനെ വട്ടം കണ്ട, സോ ഇതിന് വരുന്ന വെള്ളമൊക്കെ ഇതിൽ തന്നെ കിടക്കും, സ്റ്റൗവിലേക്ക് ഒലിച്ചു വരില്ല. ഇതോ അതൊക്കെ ഉണ്ട്. എന്നിട്ടാണ് നമ്മളെ കൊണ്ട് കുക്കർ വാങ്ങിച്ചേ. പഴയതോ? എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. വിസിൽ വെക്കണ്ടേ? വിസിൽ വെക്കണ്ട. വിസിൽ എപ്പോഴാ വെക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോ അകത്ത് തിളയ്ക്കും. തിളയ്ക്കുമ്പോ ഇതിങ്ങനെ ചെറുതായിട്ട് ആവി വരും എന്ന് നിങ്ങൾ കളിയാക്കുകയാണ്. അതെ, ആ വീഡിയോയിൽ പറഞ്ഞ കറക്റ്റ് സാധനം നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കട്ടെ. പ്രിയ ഒന്നും മാറ്റാൻ സമ്മതിക്കുന്നില്ല. കലക്കി അരച്ച് വിഴുങ്ങി ചെറുതായിട്ട്, അങ്ങനെയാണ് പറഞ്ഞത്. ചെറുതായിട്ട് ആവി വരുമ്പോ നമ്മള് ഇതിടണം. എന്താ പറയാ, വിസില്, അടപ്പ്, വെയിറ്റ് ഇടണം. ഇപ്പൊ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ഇപ്പൊ അകത്ത് തിളച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. കണ്ടോ കണ്ടോ? ഇനി വെച്ചോ, വെയിറ്റ് വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഞാൻ ആലോചിക്കും. അല്ല, പോസ് ചെയ്തിട്ട് വീഡിയോ പോയി നോക്കട്ടെ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. അതെ, മല്ലിയാണ്ടി പറഞ്ഞു ഇതിപ്പോ ഷീന്നൊരു ഒച്ച വരും. ആ ഒച്ച വരുമ്പോ പതുക്കെ താത്തണം. ഹൈ ഫ്ലെയിമില്. അല്ല, ഷൂ അല്ല, ഷീന്ന പറഞ്ഞ. അത് കേൾക്കും. ചെറുതായിട്ട് ഒരു ഒച്ച വരുമ്പോ സിമ്മാക്കിയിട്ട് അരമണിക്കൂർ തന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും നോക്കണ്ട, വേണ്ട. സിമ്മിൽ തന്നെ കിടക്കണം. അരമണിക്കൂർ നിങ്ങള് പാട്ടൊക്കെ പാടി അരമണിക്കൂർ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതെല്ലാം ഉണ്ടാക്കിയിട്ട് അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക. ആ സീനിപ്പോ ശബ്ദം കേൾക്കുന്നില്ല, കുറച്ചുകൂടെ വരാനുണ്ട്. വന്നു. ഇനി ഒരു 1000 അല്ല, ഒരു 800 കിട്ടോ? മതി. 600 ഭയങ്കര ലോവാ. 800 കിട്ടോ? ഡാഡി എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം ടു ഓൾ. ഡാഡി ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്താ അറിയോ? അല്ല, ഡാഡി ഇത് കണ്ടുപിടിച്ച് ഇനി അടുത്ത പ്രാവശ്യം ഡാഡി ഡാഡി ഇനി പാലട വാങ്ങിക്കില്ല, ഇത് തന്നെ ചെയ്യും. ടേസ്റ്റ് നോക്കട്ടെ. 10 മിനിറ്റിന്റെ പണിയുള്ളൂ. അതെ, പക്ഷെ ടേസ്റ്റ് നോക്കണ്ടേ? അമ്പലപ്പുഴ പായസമല്ലേ? മകളുണ്ടാക്കണ പായസല്ലേ? അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കൂടാൻ പോകുന്നില്ല. വൈഫ് മോളും കൂടെ ഉണ്ടാക്കുന്നല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പറയേണ്ടി വരും അങ്ങനെ പലതും. കുറ്റം പറയാൻ പറ്റില്ല, കുറ്റം പറഞ്ഞ ഇനി ഒന്നും കിട്ടില്ല.
ഗൈസ് ഇത്തവണ ആക്ച്വലി ഞങ്ങളുടെ ഓണാഘോഷം ഓണത്തിന് മുമ്പേ കഴിഞ്ഞു. കാരണം ഇത്തവണ വളരെ ഒരു സ്പെഷ്യൽ ഓണമായിരുന്നു. മെയിൻ തിങ് പാത്തു 12th കഴിഞ്ഞു. അപ്പൊ ഇനി എവിടെയെങ്കിലും വെളിയിൽ പഠിക്കാൻ പോകുമായിരിക്കും. ഇനി അടുത്ത ഓണം പാത്തു എവിടെയായിരിക്കും എന്ന് അറിയില്ല. രണ്ടാമത് ഇന്ദ്രേട്ടൻ ഒരു പടത്തിന് ഷൂട്ടിങ്ങിന് വേണ്ടി ലണ്ടനിലേക്ക് പോയി. സോ ഒരു സ്പെഷ്യൽ ആയിരുന്നു, കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ചൊരു സ്പെഷ്യൽ ഫാമിലി ഓണം സെലിബ്രേഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി പ്രൈവറ്റ് ഇവന്റ്. പക്ഷെ ഒരു നല്ല ഓണം വ്ളോഗ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. ഈ പായസം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ ട്രൈ ചെയ്യണമോ വേണ്ടിയൊന്ന്. അടിപൊളി ആണെങ്കിൽ ഇനി തൊട്ട് ഈ പായസം ട്രെൻഡിങ് ആയിരിക്കണം, കാരണം അത്ര എളുപ്പമാണ്. സോ എന്തായാലും നമുക്കിന്ന് അരമണിക്കൂർ കഴിഞ്ഞ് ടേസ്റ്റിംഗ് നോക്കാം. അപ്പൊ പ്രിയ കറക്റ്റ് ക്ലോക്ക് നോക്കി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 31 മിനിറ്റ് പോലും വെച്ചില്ല കേട്ടാ. കറക്റ്റ് അരമണിക്കൂർ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഓഫ് ചെയ്തു. ഇനിയാണ് ഇതിന്റെ സംഭവം. എന്താ ഇനിയാണ് ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം അങ്ങനെ എന്നെ അനക്കാതെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. ഡാഡി നല്ലതാ, അപ്പോഴത്തേക്ക് തണുത്ത് കിട്ടൂല്ലോ. അത് എങ്ങനെയാ ഇതിന്റെ അകത്ത് തന്നെ കുക്കാവും പോലെ ഇത് 1 മണിക്കൂർ ഇതിന്റെ അകത്ത് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ആറാൻ വെയിറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ എപ്പോ കഴിക്കും? ഉറക്കത്തില്ലല്ലേ? ഞാൻ പറയുന്നത് 1 മണിക്കൂർ മാറ്റി വെക്കുമ്പോ 1 മണിക്കൂർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുക്കിംഗ് ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞ അരമണിക്കൂർ മുമ്പ് ഇത് തന്നെയല്ലേ പറഞ്ഞ. ഇത് മാത്രമല്ലല്ലോ ഓണത്തിന് കുക്ക് ചെയ്യുന്നത്, വേറെ പല സാധനങ്ങളും. ഓണത്തിന് വെച്ചാ ക്രിസ്മസ് കഴിക്കാന്നാണോ? വൈകുന്നേരം കഴിക്കാൻ പറ്റും. രാവിലെ വെക്കണം. അപ്പൊ കറക്റ്റ് ഉച്ചയ്ക്ക് ആവുമ്പത്തേക്ക് നമുക്ക് തുറക്കാം. അപ്പൊ അറിയാം പാല് തിരിഞ്ഞോ, പായസമായോ, പാലുണ്ടോന്ന് തന്നെ അറിയാം, പറ്റിപ്പോയോ എല്ലാം അറിയാം. അപ്പൊ 1 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഡാഡിയോട് പറയാണ് ഇനി അടുത്ത ഓണത്തിന് ഡാഡി ആയിരിക്കും ഈ പായസം ഉണ്ടാക്കാം. ഡാഡി ദീപാവലിക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ മമ്മി പറഞ്ഞു ദീപാവലിക്ക് വേറെ സാധനങ്ങൾ ഉണ്ടാക്കണ്ടേന്ന്. ഡാഡിയോട് ചോദിക്കുന്നേ കുഞ്ഞിലുള്ള ഓണം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. 1 മണിക്കൂർ സമയമുണ്ടല്ലോ. ഉണ്ടല്ലോ, ഇഷ്ടംമാതിരി സമയമുണ്ട്. ഡാഡി കൊതിച്ചിപ്പോ വന്നത് അതെ, ഇപ്പൊ തുറന്ന് പായസത്തിന്റെ പണമൊക്കെ കിട്ടുന്നത്. അപ്പൊ ഡാഡിയുടെ ഓണം ഓർമ്മ ഇപ്പത്തെ അല്ല പഴയ കാലത്തെ ഓണം ഒരു 70 വയസ്സിന് മുമ്പ് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് 76 വയസ്സായില്ലോ. നല്ല അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. അവരുടെ ഫാമിലിയിൽ അവരുടെ കാരണവർക്ക് അവര് ഓണക്കോടി കൊണ്ടു കൊടുക്കും. എല്ലാ സ്ത്രീകളും കൂടെ ചേർന്ന് അടുക്കളയിൽ കയറി പാചകങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന് കഴിക്കും, കൂട്ടുകുടുംബം. എന്നിട്ട് വൈകുന്നേരം തിരുവാതിരക്കളി, പുലികളി, ഞാൻ കളിച്ചിട്ടുണ്ട്. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണല്ലോ. കിളിത്തട്ട്, കിളിത്തട്ട് ഇങ്ങനെ അത് ആണുങ്ങളും കളിക്കും. പിന്നെ വടംവലി, ഇങ്ങനെയൊക്കെ ആ ദിവസം അങ്ങനെ അങ്ങ് പോകും. അന്ന് ഹിന്ദുക്കൾ ഓണം ആഘോഷിക്കും, ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കും, മുസ്ലിങ്ങൾ അവരുടെ ഈദ് ആഘോഷിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാരും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കും. എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ആർക്കെതിരെയും ആർക്കും ഒരു വിരോധമില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. ഒരു കൂട്ടായ്മയാണ്, ഒരു കൂട്ടായ്മയാണ്. അതൊരു ഭയങ്കര. പക്ഷെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം ആഘോഷിക്കുന്നത് ഇതിനെയും കാട്ടി ഗ്രാൻഡ് ആയിട്ട് വെളിനാട്ടിലാണ്. വെളിയിലെ മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഭയങ്കര എന്താന്ന് വെച്ചാല് പുറത്തുള്ള മലയാളി അസോസിയേഷന് ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ്. അതെ, അപ്പൊ അവരെല്ലാരും ഒത്തുകൂടും. ഇപ്പൊ ബാംഗ്ലൂരിലും ഇന്റർനാഷണൽ ഹോട്ടലിലാണ് ഓണസദ്യ. പോയിട്ടുണ്ടോ ഡാഡി? ഇപ്പോഴും ഉണ്ട് അവിടെ. എല്ലാരും ഒത്തുകൂടും. അല്ലെങ്കിൽ അവിടെ കേരള സമാജമുണ്ട്, അവരാഘോഷിക്കും. സദ്യ ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകും, പാചകക്കാരെ അവിടെ കൊണ്ടുപോയി മലയാളി കേരള ഫുഡ് തന്നെയാണ് അവിടെ സെർവ് ചെയ്യുന്നത്. മറക്കാൻ പറ്റാത്തൊരു ഓണം എന്താന്ന് വെച്ചാല്, ഞാനും എന്റെ സിസ്റ്റർ ലല്ലിയും കൂടെ ഞങ്ങള് രണ്ടുപേരും കുറച്ച് കുറുമ്പികളായിരുന്നു. അപ്പൊ ഞങ്ങള് ഈയാട്ടില് ജംഗ്ഷനിൽ പണ്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് എപ്പോഴും മെഡിസിൻ ഒക്കെ വാങ്ങിക്കുന്നത് അവിടെയാ. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു ദിവസം ഈ ഓണ ടൈമിലാണ് ഞങ്ങൾ പോയിട്ട് അവിടെ ചെന്നപ്പോ അവിടുത്തെ ആ ഷോപ്പ് ഉടമസ്ഥനാണെങ്കിൽ ഒരു ഭയങ്കര ഒരു
വായ നോക്കിയാണ്. അപ്പൊ ഇയാളെ വെറുതെ ചൂട് പിടിപ്പിക്കലായിരുന്നു ഞങ്ങളുടെ ജോലി. ഞങ്ങള് രണ്ടുപേരും കൂടെ അവിടെ ചെന്നു. അപ്പൊ അയാള് ചോദിച്ചു ഓണത്തിന് എന്താ പരിപാടി. അയാൾ ക്രിസ്ത്യാനിയാണേ. ഓണത്തിന് എന്താ? അപ്പൊ ഞങ്ങള് പറഞ്ഞു ഓണത്തിന് ഭയങ്കര പരിപാടി ഞങ്ങളുടെ വീട്ടിൽ. അങ്കിള് വരൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞു. ഓ ഞാനെന്താ, ഞാൻ വരാലോ എന്ന് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. ഇൻവൈറ്റ് ചെയ്ത് ഞാനും ലല്ലിയും കൂടെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ആ കാര്യം മറന്നുപോയി. ഞങ്ങള് ഒരു വൈകുന്നേരം ഒരു 4-4:30 ആയപ്പോണ്ട് ഇയാള് ഗേറ്റിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് അകത്ത് നിന്ന് കണ്ടു. അപ്പോഴാണ് അയ്യോ നമ്മൾ വെറുതെ പറഞ്ഞത് നോക്കിയതൊക്കെ. അയാൾ ഇതാ വന്നിരിക്കുന്നു. എന്ത് ചെയ്യും? പോയി അമ്മയർക്കിച്ച് പറഞ്ഞു, അമ്മ എങ്ങനെയെങ്കിലും അയാളൊന്ന് ഒഴിവാക്കണം, ഞങ്ങൾ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. അപ്പൊ ഇയാള് അമ്മ പോയി ചോദിച്ചു എന്താ? പറഞ്ഞു അയ്യോ ശാന്തിയും ലലിയും ഓണത്തിന് വീട്ടിൽ വിളിച്ചത്. അയ്യോ കുട്ടികൾ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ, അവര് പുറത്തു പോയി. അയ്യോ എന്നാ മറന്നു പോയതായിരിക്കും അവർക്ക്. എന്നോട് പറയാൻ പറഞ്ഞു. വരൂ സാറേ ഞാൻ എനിക്കൊക്കെ അപ്പോൾ ഇല്ല കുട്ടികൾ ഇല്ലല്ലോ, ഞാൻ ഇനി ഒരു ദിവസം കുട്ടികളുള്ളപ്പോ വരാന്ന് പറഞ്ഞ അയാൾ പോയി. ഫൈനലായിട്ട് നോക്കുമ്പോ ഇതുപോലെ വരും കേട്ടോ. ഇതുപോലെ വരും. ഭയങ്കര സിമ്പിൾ അല്ലേ? കാണുമ്പോ തന്നെ ശരിക്കും ഈ എന്താ പറയാ മറ്റെന്താ ഈ കണ്ടൻസ് മിൽക്ക് ഒക്കെ ഒഴിച്ച ഒരു കൺസിസ്റ്റൻസി ലുക്കാണ്. പക്ഷെ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് പ്യോർ മിൽക്ക്, റൈസ് ആൻഡ് ഷുഗർ അല്ലേ? എന്ത് ഭംഗിയാ നോക്ക്. കൊതി വരുന്നില്ല. എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഇത്രയും സിമ്പിൾ ആണ്. നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ് അല്ലേ? കാരണം അല്ല നാട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പൊ ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് അളവ് 4 ഗ്ലാസ് പാല്, അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര, 1 പിടി അരി. കറക്റ്റ് 1 പിടി അരി ഇട്ടാ മതി. പിന്നെ കുക്കിംഗും ഇമ്പോർട്ടന്റ്. കറക്റ്റ് അരമണിക്കൂർ വിസിലും ആൻഡ് 1 മണിക്കൂർ ക്ലോസ് ചെയ്ത് വെക്കലും. അരമണിക്കൂർ മീഡിയത്തിൽ വെക്കുക 1 വിസിലിന് ശേഷം. അത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമേ എടുത്തോണ്ട് പോകുന്നുണ്ട് കഴിക്കാൻ. 1 മണിക്കൂർ അതെ 1 മണിക്കൂർ ഡാഡി കണ്ട കാത്തിരിക്കുന്നു. 1 മണിക്കൂറിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് 1 ഗ്ലാസ് കുടിക്കാം. നല്ലാന്ന് പറയണം കേട്ടോ. എന്താ റെക്കോർഡായ ഞാൻ ഒന്നും കട്ടിയില്ല. ഞാനിപ്പോ അമ്പലപ്പുഴയിലാണ്. അവിടുത്തെ പായസം കുടിക്കുക. മധുരം പക്ഷെ കുറവല്ലേ? മധുരം കുറച്ച് തിരിച്ചു വരുമോ? അവിടെ തന്നെ താമസിച്ചാലോ? കറക്റ്റ്. കുറച്ച് മധുരം കുറവാ. അതുകൊണ്ട് എനിക്ക് നല്ലതാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു 4.5 കപ്പ് ഇടാം. അല്ല 1.5 കപ്പ് വേണ്ട, 1 കപ്പ് കറക്റ്റ് അളവിന് ഇട്ടാ മതി. ഈ മധുരം മതി. അതിന് 4 ഗ്ലാസ് പാല് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി. 1 പിടി അരി, പായസം റെഡി. അപ്പൊ ഓണം ഒരു അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാരും വേണ്ട ഡാഡി, ഇത് മതിയോ? ഫുൾ നാച്ചുറലും ആണ്. അടുത്ത വർഷം ഡാഡിയെ വെക്കാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ ഓണത്തിന് എല്ലാവരും ഏകദേശം ഇങ്ങനെ ഓണത്തിന് എല്ലാവരും ഇത് കുക്ക് ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കുക. അതെ, മല്ലികാന്റി ഇത് കാണുമ്പോ സന്തോഷിക്കും. മല്ലികാന്റിയുടെ റെസിപ്പി ലെജൻഡ് ലിവ്സ് ഓൺ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.